ഹായ്, ഇന്ന് തിങ്കളാഴ്ചയാണല്ലോ അല്ലേ? ഉറക്കൊന്നുകൊണ്ട് റെഡി ആയിട്ടില്ല. ഞങ്ങൾ ഇന്നലെ ഒരു ഫാമിലി ട്രിപ്പ് പോയി പാലക്കാട്, ഒരു വൺ ഡേ. ഇന്ന് രാവിലെ ഒരു 7 മണി 8 മണിയൊക്കെ ആയപ്പോഴാണ് വീട്ടിലെത്തിയത്. നല്ല രസമായിരുന്നു. ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്ത് അടിപൊളിയായിരുന്നു. ഞങ്ങൾ വെക്കേഷനിൽ പോകണമെന്ന് വെച്ചിട്ടായിരുന്നു. വെക്കേഷനിൽ പോക്ക് നടന്നില്ല, ഇങ്ങനെ നീണ്ടു പോയി. വിശക്കുണ്ട്, ഫുഡ് കഴിച്ചാലോ? അപ്പോൾ നമ്മളെ ഇന്നത്തെ ഫുഡ് എന്താണെന്നുള്ളത് നോക്കാം. ഇതെന്താ സംഭവം? കാണാത്തൊരു സംഭവം. ഒരു മിനിറ്റ്, ഞങ്ങളുടെ ബാബുമോന് 1000 പിറന്നാൾ ആശംസകൾ. സ്നേഹത്തോടെ അച്ഛൻ, അമ്മ. ഇത് കണ്ടിട്ട് എൻ്റെ വൈഫിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ആണ്. അവളെപ്പോലെ തന്നെ എഴുത്തും ഭയങ്കര ഭംഗിയുണ്ട്. വല്ലാത്തൊരു സർപ്രൈസ് ആയി പോയി. അപ്പം ഒന്ന് പിറന്നാളിന് ഗിഫ്റ്റ് ആയിട്ട് ചിലപ്പോൾ മന്തിയാവും തരാൻ പോണേ. ചേച്ചിയുടെ മകൻ മന്തി. എനിക്ക് വേറെ ജ്യേഷ്ഠൻ്റെ ഒരു ഭാര്യയുണ്ട്, അത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ്. വിളിച്ചാൽ കേൾക്കണ ദൂരത്താണ്. ചേച്ചി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്തേന്ന് ചോദിക്കും, അത്ര എടുക്കാം. പിന്നെ അനിയൻ്റെ ഭാര്യയാണ് വീട്ടിലുള്ളത്. അവളുടെ വക വാച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പിന്നെ ഇതൊന്നല്ല ഇതിൻ്റെ രസം. എൻ്റെ അനിയൻ്റെ രാഘു, അവൻ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ 2 ജോഡി ഡ്രസ്സൊക്കെ കണ്ട് കൊടുക്കും. അങ്ങനത്തെ ഒരു കാട്ടിലാണ് പോക്കെടുക്കുക. പിന്നെ 4 മാമന്മാരുണ്ട്. അവർ ചിലപ്പോൾ വരാനൊന്നും അവർക്ക് പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷെ വേറൊരു സംഭവമുണ്ട്. അവരെന്താ ചെയ്തു തരാ അറിയോ? അവർ ഗൂഗിൾ പേയിലൊക്കെയാണ് പൈസ അയച്ചു തരും. ബാബു എനിക്ക് വേണ്ട എന്താ വെച്ചാൽ മേടിച്ചോന്ന് പറയും. അങ്ങനെയൊക്കെ ഒരു കാട്ടിലാണ് മാമന്മാർക്ക്. ഭയങ്കര സ്നേഹമാണ് എന്നോട്. എന്താ ചെയ്യും, അവർക്ക് വരാൻ പറ്റാത്തതുകൊണ്ടല്ല. എനിക്കിഷ്ടമുള്ള സാധനങ്ങൾ മേടിച്ചോട്ട് വിചാരിച്ചിട്ട് പൈസ അയച്ചു തരുന്നത്. 4 ആളും അങ്ങനെ തന്നെ. നല്ല സ്നേഹമുള്ള ആൾക്കാരാണ്. വൈഫിൻ്റെ വക പ്രത്യേകിച്ച് ഗിഫ്റ്റ് ഒന്നും ഉണ്ടാവില്ല. വൈഫ് തന്നെ നമുക്കൊരു ഗിഫ്റ്റ് അല്ല, പിന്നെ എന്തിനാ വൈഫിൻ്റെ വക ഗിഫ്റ്റ്? ഇതെങ്ങനെ ഒരു സെറ്റ് ആക്കിയാവോ? ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ട്രിപ്പ് പോയിരുന്നുള്ളത്. അപ്പോൾ ഇവരെല്ലാവരും കൂടി നിന്നിട്ട് കുനുകുനുകുനുകുനാന്നിങ്ങനെ പറയുന്നുണ്ട്. ഇപ്പോഴൊന്നും നമ്മളത്ര കാര്യമാക്കില്ല. പെണ്ണുങ്ങളെല്ലാം എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക ചോദിച്ചു. പക്ഷെ ഇതാണെന്നുള്ള ഇപ്പോഴല്ലേ മനസ്സിലായത്. അത് കണ്ടുടനെ നേരെ വീട്ടിലേക്ക് വിളിച്ചു. ഫുഡ് കഴിച്ചോന്ന് ചോദിച്ചു അപ്പോൾ എന്നോട്. അപ്പോൾ ഒരു ഏകദേശം കാര്യം മനസ്സിലായി. അമ്മയുടെ കൂടെ ഉള്ളതാണ് എൻ്റെ അനിയനാണത്. പിന്നെ അച്ഛൻ്റെ കൂടെ നിൽക്കുന്നത് എൻ്റെ മൂത്ത ജ്യേഷ്ഠനാണ്. ജ്യേഷ്ഠൻ്റെ അപ്പുറത്ത് 2ാമത്തെ ജ്യേഷ്ഠൻ. എൻ്റെ അനിയൻ്റെ കൂടെ ഇപ്പുറത്തുള്ളതാണ് ഞാൻ. ഇതിൽ ഒരു ആളുടെ കുറവുണ്ട്. ഞങ്ങൾക്കൊരു അനിയത്തി ഉണ്ടായിരുന്നു. അത് ഈ ഫോട്ടോയിലിപ്പോൾ അവളില്ല.